യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം. യെരൂശലേമിലായ സിയോൻ നിവാസികളെ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും. മതി. ഒരു കൂട്ടം ജനത നിലവിളിക്കുന്ന സമയത്ത് പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ അവരെ ഒരു സന്ദേശം പറഞ്ഞ് ഉറപ്പിക്കുന്ന ഭാഗമാണ് അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ ഒരു വലിയ ജനത കരയുകയാണ് ഒരു വിഷയത്തിന് വേണ്ടി. ആ കരച്ചിലങ്ങ് നിലവിളിയായിട്ട് മാറി. സ്തോത്രം. ഉടനെ പ്രവാചകൻ എഴുന്നേറ്റിട്ട് പറയുക, ഈ വിഷയം സംബന്ധിച്ച് ഇനി നിങ്ങൾ ഒത്തിരി കരയണ്ട. കാരണം നിങ്ങളുടെ നിലവിളിയെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളോട് കരുണ തോന്നും. നിങ്ങൾ നിലവിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കർത്താവ് ഉത്തരം തരും. നല്ല വചനത്തെ ഓർത്ത് ഒരു സ്തോത്രം ചെയ്താട്ട്. അതിനകത്ത് ചില ആശയങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. വേദപുസ്തകം പഠിക്കുമ്പം മനുഷ്യൻ്റെ നിലവിളി മാത്രമല്ല ദൈവം കേൾക്കുന്നത്. മൃഗങ്ങളുടെ നിലവിളി, പക്ഷിയുടെ നിലവിളി, സ്തോത്രം, മത്സ്യത്തിൻ്റെ നിലവിളി, ഇതെല്ലാം ദൈവം കേൾക്കുമെന്നാ വചനം. സ്തോത്രം. നമ്മൾ നിലവിളിക്കുന്നുണ്ടെങ്കിലും സ്തോത്രം, അത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ആശങ്ക നമ്മളെ ഭരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഒരാളെ ഫോൺ ചെയ്തു, നമ്മളിവിടുന്ന് നമ്പർ ഡയൽ ചെയ്തു, ഫോൺ അവിടെ റിങ് ചെയ്തു, അപ്പുറത്തിരുന്ന ആൾ ഫോൺ എടുത്തു. അപ്പുറത്തിരിക്കുന്ന ആൾ മിണ്ടുന്നില്ലെങ്കിൽ കുറേ നേരം ഹലോ ഹലോ വെച്ചിട്ട് പിന്നെ ഹലോ ഹലോ വെച്ചിട്ട് നമ്മൾ ഫോൺ താഴെ വെക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞത് അപ്പുറത്ത് കേട്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പ് ഇല്ലാത്തത് കൊണ്ട്. മറിച്ച് നമ്മൾ ഹലോ പറയുമ്പോൾ അവിടുന്ന് ഹലോ, ഞാൻ ചാക്കോയാ വിളിക്കുന്നത്, എന്നോ ഉണ്ട് എന്ന് ചോദിച്ചാലോ ആ സംസാരം വേണമെങ്കിൽ 1 മണിക്കൂർ വരെ നീളും. കുറേ ഹലോ വെച്ചിട്ടും ആള് അപ്പുറത്തെ സൈഡിലെ ആള് മിണ്ടുന്നില്ലെങ്കിൽ ഫോൺ താഴെ വെച്ചിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നും കേൾക്കുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഫോൺ വിളിച്ചു. ഇതുപോലെ തന്നെയാണ് നിലവിളി. പലരും നിലവിളിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക്. പക്ഷേ ആ നിലവിളി കേൾക്കുന്നുണ്ടോ ഇല്ലയോ ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് പലരും ഇപ്പം നിലവിളി നിർത്തി വെച്ചേക്കുന്നത്. ബൈബിളിൻ്റെ വെളിപ്പാട് പറയാം, നിന്റെ നിലവിളി ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. സ്തോത്രം. നിന്റെ കരച്ചിലും കണ്ണുനീരും ദൈവം കണ്ടിട്ടുണ്ട്. ഈ ചിലരുടെ നിലവിളിക്ക് പെട്ടെന്ന് മറുപടി കിട്ടും. ചിലർ ഒരേ വിഷയത്തിന് കുറേ നാളുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മറുപടി കിട്ടിയവരുടെ കാര്യം മാത്രമല്ലെന്ന് പറയാൻ പോകുന്നേ. ഇന്ന് പറയാൻ പോകുന്ന സന്ദേശം, നീ കുറേ നാളുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിന് ഇനി നീ നിലവിളിക്കണ്ട. അതെന്താന്നാ പറയാൻ പോകുന്നത്. സ്തോത്രം. അതിന് വേദപുസ്തകത്തിലെ ചില ആഴമേറിയ വെളിപ്പാടുകൂടെ അതിനകത്ത് ചേർക്കാൻ വേണ്ടിയാണ്. ബൈബിൾ നമ്മൾ പഠിക്കുമ്പം സ്തോത്രം, ഇസ്രായേൽ മക്കൾ നിലവിളിച്ചതായിട്ട് ബൈബിളിലുണ്ട്. ഒരു വാക്യം നമുക്ക് വായിക്കണം. സ്തോത്രം. ആ വാക്യത്തിലൂടെയാണ് ചിന്തകൾ പോകുന്നത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് ആദ്യം വായിക്കുന്നത്. സ്തോത്രം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും. അവിടെ തൊട്ട് വായിക്കാം. ഇസ്രായേൽ മക്കൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞു എന്നൊരു വാക്യം 11-ാമത്തെ. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ആ പദം ശ്രദ്ധിക്കുക. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും. അപ്പൊ ഇവര് കരയുക. അല്ല, ഇവർക്ക് നോക്കിയിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. സ്തോത്രം. കൂടെ ഒരു 10-12 കണ്ടെയ്നറിൽ സ്തോത്രം ചിക്കനെയൊക്കെ കൊണ്ടിരുന്നുണ്ടെങ്കിൽ അവർക്ക് ഹാപ്പിയാ. പക്ഷെ അവര് പറയുക, ഇത് ഞങ്ങൾക്ക് ആര് തരും?
ഞാൻ അവിടെ ഒത്തിരി വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷേ നമുക്ക് എത്തിയും പിടിയും കിട്ടാത്ത വിഷയത്തിനും ദൈവത്തിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. 40 ലക്ഷം ഇസ്രായേൽ മക്കൾ, 40 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കൾക്ക് ഒരു നേരം ഇറച്ചി കഴിക്കണമെന്ന് തോന്നിയാൽ എത്ര കിലോ ചിക്കൻ വേണം? നിങ്ങൾ ശ്രദ്ധിക്കേ, എത്ര കിലോ ആഹാരം വേണം, ഇറച്ചി വേണം. സ്തോത്രം. അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ദൈവത്തിനറിയാം. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, ഒട്ടും മടിക്കണ്ട, ധൈര്യമായി നിലവിളിക്കാം. ആ നിലവിളിക്ക് മറുപടി ഉണ്ട്. സ്തോത്രം. അവർക്ക് ആ മറുപടി എങ്ങനെയാ വന്നെന്നറിയാമോ? വായിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. അവർ നോക്കി നിൽക്കുമ്പോൾ അവരുടെ കൺമുമ്പിൽ അവരുടെ നിലവിളിയുടെ മറുപടി പറന്നു പറന്നു നിന്നു. വിശ്വസിക്കാമെങ്കിൽ ഒരു പടി കയറി പറയാം. സ്തോത്രം. കണ്ണുനീരൊഴുക്കുന്ന നിന്നെ നോക്കി ചിലരൊക്കെ പുച്ഛിച്ചില്ലേ? നിന്റെ നിലവിളിയെങ്കിൽ ദൈവം അമ്മ കണ്ണടച്ചോടാന്ന് ചോദിച്ചില്ലേ? ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടുമുറ്റത്ത് നിന്റെ മറുപടി നിന്റെ മുമ്പിൽ നിനക്ക് കാണത്തക്കവണ്ണം, നിന്നെ കളിയാക്കിയവർക്ക് കാണത്തക്കവണ്ണം ചിറകടിച്ച് നിൽക്കുന്ന കാഴ്ച എത്ര പേർക്ക് വിശ്വാസ കണ്ണാൽ കാണാൻ കഴിയും?